മുനിസിപ്പൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ, ഇന്നത്തെ വൈകാരികമായ ഈ സമര മുദ്രാവാക്യത്തെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച്, റോഡ് ഉപരോധത്തെക്കുറിച്ച് പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അരുൺ ദേവ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഷാഫി പറമ്പിലിന്റെ തലയിൽ നിന്ന് ഊറ്റിയ ചോരയുണ്ട്. ആ ചോര ചുടുചോരയാണ്. ഇവിടെ റോഡ് ഉപരോധിക്കുന്ന സമയത്ത് കൽപ്പറ്റങ്ങാടിയിൽ ഇവിടെയുള്ള ഡിവൈഎഫ്ഐയുടെ ചെറ്റകളും സിപിഎമ്മിന്റെ പട്ടികളൊക്കെ റോഡ് ഉപരോധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ജനങ്ങള് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ നോക്കണം, ആ പാരിസൺ എന്ന് പറയപ്പെടുന്ന ലോറിക്കകത്ത് പ്രിയപ്പെട്ട ഡ്രൈവർ, ഈ കാറിനകത്തുള്ള ഡ്രൈവർ, ഇവരൊക്കെ ഷാഫി പറമ്പിലിന് അടികൊണ്ട ആ വേദനയ്ക്കൊപ്പം നിൽക്കുകയാണ്. അത് പിണറായി വിജയൻ 1000 വട്ടം പിറന്നാലും കിട്ടാത്ത ജനകീയതയാണ് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. തല്ലിയ പോലീസിന്റെ പേര് ഞങ്ങൾക്കറിയാം. ആ പോലീസിന് ചീതയൊരുക്കുന്നത് വരെയുള്ള പോരാട്ടം ഞങ്ങൾ ഒരുക്കുമെന്ന് ഓർക്കുകയാണ്. കൽപ്പറ്റ സ്റ്റേഷനിൽ SI ഉണ്ട്, CI ഉണ്ട്, വയനാട് ജില്ലയ്ക്ക് SP ഉണ്ട്. ഞങ്ങളൊന്ന് വിചാരിക്കുകയാണ്, കൽപ്പറ്റയിലെ SI മുണ്ടേരിക്ക് പോകാൻ പാടില്ല, കൽപ്പറ്റയിലെ CI ഈ പറയപ്പെടുന്ന മണിയങ്കോടേക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ ഇത് പിണറായി വിജയന്റെ തന്തയുടെ തലവാടല്ല കേരളം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഷാഫി പറമ്പിൽ വടകരയുടെ MP ആണ്. പേരാമ്പ്രയിൽ പോകും, വടകരയിൽ പോകും, മണിയൂര് പോകും. അവിടെ സംഘർഷമുണ്ടാകുമ്പോ അവിടെ പോകേണ്ടത് പിണറായി വിജയന്റെ അച്ഛനായ കോരനല്ല, ഷാഫി പറമ്പിലാണ് ആ മണ്ണിലകത്ത് പോകേണ്ടത്. ആ ഷാഫി പറമ്പില് വിദ്യാർത്ഥികൾക്ക് വിഷയമുണ്ടായപ്പോ അവിടെ പോയപ്പോ ഷാഫി പറമ്പിലിനെ, DCCയുടെ പ്രസിഡന്റ് പ്രവീൺ കുമാറിനെ, അവിടെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ തല്ലുന്ന പോലീസായി ഇവിടെയുള്ള കേരളത്തിന്റെ പോലീസ് മാറുന്നു. ഒരു കാര്യം പറയുകയാണ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അരുൺ ദേവ്, ഞാനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അടുത്ത തവണ ബ്ലോക്ക് പഞ്ചായത്തല്ല, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയല്ല, ഞങ്ങൾക്ക് അധികാര താക്കോൽസ്ഥാനം കേരളത്തിന്റെ നിയമസഭയിൽ ഞങ്ങൾ ആരും വിജയിച്ചിട്ടില്ലെങ്കിലും ഈ ചങ്കൂറ്റം പണയം വെക്കാൻ CPMന്റെ എച്ചിലിനക്കിയവരല്ല ഞങ്ങൾ എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ സമരം സൂചനാ സമരമാണ്. ഇത് പ്രതിഷേധത്തിന്റെ, പോരാട്ടത്തിന്റെ മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യം എന്ന് പറയപ്പെടുന്നത് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്ക്, ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പടിഞ്ഞാറത്തറയിൽ നിന്നുള്ള പൂഴിത്തോട് വരെയുള്ള ആ ബദൽ റോഡിന് വേണ്ടി ശബ്ദമുയർത്താൻ വേണ്ടി ഷാഫി നാളെ പടിഞ്ഞാറത്തറയിൽ വരാൻ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെയുള്ള പോലീസ് എന്ന് പറയപ്പെടുന്ന ചില ചെറ്റകള് ഞങ്ങളുടെ തലയില്, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ നേതാവിന്റെ തലയിൽ നിന്ന് ചുടുരക്തം വീഴ്ത്തിയത്. ആ ചുടുരക്തത്തിന്റെ വാസന, ആ ചുടുരക്തത്തിന്റെ മണം അവസാനിക്കുന്നതിന് മുമ്പ് തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളെയൊക്കെ കളക്ടറേറ്റിൽ വെച്ച് തല്ലിയ പോലീസ് ഇവിടെയുണ്ട്. ഞങ്ങൾ അവർക്കൊന്നും മാപ്പ് കൊടുത്തിട്ടില്ല. മാപ്പ് കൊടുക്കാൻ മാർപ്പാപ്പയുടെയോ ഈ പറയപ്പെടുന്ന സമുദായ നേതാക്കന്മാരുടെയോ അണികളല്ല ഞങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പോലീസ് തൊപ്പിയിടാൻ, പോലീസ് കാക്കിയിടാൻ, പോലീസ് സ്റ്റാർ അണിയാൻ ഈ രാജ്യം ഉണ്ടാക്കിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വടക്കുതികളാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ച് ഈ ഉപരോധ സമരത്തിന് പങ്കുചേർന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരഭടന്മാർക്ക്, സമരോചനമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പ്രിയപ്പെട്ടവർക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിച്ചു.